ശ്രീനിവാസൻ ജയേന്ദ്രൻ മാഷെ ഇന്നിപ്പോ ഈ 4 വർഷം 3 മാസവും കഴിഞ്ഞ് റൂൾസ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നു പൗരത്വ നിയമ ഭേദഗതിയുടെ. ഇത് വലിയ ഹെഡ്ലൈൻ ഉണ്ടാക്കും, വരുന്ന ദിവസങ്ങളിൽ വലിയ നിലയിൽ ചർച്ചയാകും, ഇതിനകത്ത് കിട്ട്പ്രോക്കോ ഉണ്ടാകും. അതുപോലെ തന്നെ നയപരമായ കാര്യങ്ങളിൽ പോലും ഈ ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ള വമ്പൻ കമ്പനികൾ സർക്കാരിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാകും. ഇതൊക്കെ അറിയുന്നതുകൊണ്ടല്ലേ മതപരമായിട്ടുള്ള വിഭജനം ലക്ഷ്യമിട്ട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, പുതിയ കാര്യങ്ങളല്ല പഴയതിൻ്റെ അപ്ഡേഷൻ കൊണ്ടുവരുന്നത്. നികേഷേ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നയങ്ങളും പരിപാടികളും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ചാനലുകളല്ല ഞങ്ങൾ ഏൽപ്പിച്ചത്, ഈ രാജ്യത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തിലെ ജനാഭിലാഷം BJP നടപ്പിലാക്കും. അത് വളരെ കൃത്യവും ഒളിച്ചുവെപ്പും ഇല്ലാതെ നമ്മൾ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ രണ്ടാമത് താങ്കൾ ചോദിച്ച ചോദ്യം, നമ്മളിപ്പോഴും ചില ഊഹത്തിൻ്റെയും ചില ധാരണകളുടെ അടിസ്ഥാനത്തിലല്ലേ സംസാരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഇക്കാര്യത്തിൽ എന്തിനാണ് ഭയമുള്ളത്? ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, 2017 മുമ്പും തെരഞ്ഞെടുപ്പുണ്ടായിരുന്നല്ലോ. 2017 മുമ്പ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് ശേഖരിച്ചിരുന്നല്ലോ. അതെങ്ങനെയായിരുന്നു? അത് തുടരണമെന്നാണോ താങ്കൾക്ക് അഭിപ്രായം? ശരി, 2017 അരുൺ ജെയ്റ്റ്ലി കൊണ്ടുവരുമ്പോൾ ഇന്നിവിടെ വലിയ വായിൽ സംസാരിക്കുന്നവരൊക്കെ പാർലമെൻറ്റിൽ ലോക്സഭയിൽ നിയമം വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നോ? അതിങ്ങനെ വേണമെന്ന് സൂചിപ്പിച്ചിരുന്നോ? ചില കാര്യങ്ങൾ നികേഷ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ രാജ്യത്ത് അതുവരെ എല്ലാ കള്ളപ്പണത്തിൻ്റെയും അസുതാര്യമായ രീതിയിലുള്ള ഫണ്ട് ശേഖരണമായി രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്നത്. ചില നിയന്ത്രണങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവന്നു. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് ആരോടൊക്കെ വാങ്ങണം? SBIയുടെ 25 ശാഖകളിൽ നിന്നും കടപ്പത്രങ്ങൾ വാങ്ങണം. KYC പാലിച്ചു വേണം, അത്തരം സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വേണം എന്ന് പറഞ്ഞാൽ കള്ളപ്പണമാണോ? അവരുടെ ലാഭവിഹിതത്തിന് നിശ്ചയ ശതമാനത്തിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. കടപ്പത്ര ലഭ്യതയുടെ വിശദാംശങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൈമാറണം. പേരില്ലെങ്കിലും വാങ്ങുന്നവർ അവരുടെ ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തണം. ഇത് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണല്ലോ. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് കിട്ടുമല്ലോ, അതിനകത്തും ഇതൊക്കെ ഉണ്ടാകുമല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ യാതൊന്നും ഒളിച്ചു വെക്കാനില്ല. ഞങ്ങൾ കക്ഷി ചേർന്നിട്ടില്ലല്ലോ. ഇതിന് ആശങ്ക രേഖപ്പെടുത്തി ഇലക്ഷൻ കോടതി നോട്ടീസ് അയച്ചു. ഇലക്ഷൻ കമ്മീഷനും അന്നത്തെ RBIയും ചില ആശങ്കകൾ രേഖപ്പെടുത്തി. എൻ്റെ സ്ഥലം മുന്നോട്ട് പോയി. BJP ഇതിനകത്ത് അശേഷം ഭയക്കുന്നില്ല. ഞങ്ങൾക്ക് പണം തരുന്നവർ ആരൊക്കെയാണ് എന്ന് അറിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് ഒരു ഭയവും ഇല്ല. ഞങ്ങൾക്ക് എന്തിനാണ് ഭയക്കുന്നത്? മാത്രമല്ല, ഇവിടെ ഭയക്കുന്നത് നേരത്തെ തന്നെ കോൺഗ്രസ് പ്രതി പറഞ്ഞു, അവർക്കാണ് ഭയം. നികേഷ്, ഇത് പുറത്തു വന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ഭയം എന്താ? ഞങ്ങൾക്ക് കിട്ടുന്നത് ഭരണകക്ഷി അറിഞ്ഞു പോയാൽ അത് ആ കമ്മിറ്റികളെ, എനിക്ക് തോന്നുന്നു ഒരു പദമുണ്ട് അതിനകത്ത്, വിക്ടിമൈസിങ് ചെയ്യപ്പെടും. അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ 17 അവരതിനെ പിന്തുണച്ചതല്ലേ. ഇനി ഞങ്ങൾ ഇപ്പോഴും പറയുന്നു പുറത്തു വിട്ടോട്ടെ. BJP സംബന്ധിച്ചിടത്തോളം അതുവരെ 2017 വരെ ഉണ്ടായിരുന്ന കള്ളപ്പണം ശേഖരിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ഇനി കൂടുതൽ നിയന്ത്രണങ്ങളും കൂടുതൽ സുതാര്യതയും കോടതി പറയുന്നുവോ? സ്വീകരിക്കാം. ഇതിലെന്താണ് BJPക്ക് തർക്കമുള്ളത്?